റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാനിപിൻ. UK-യിൽ അബോർഷനെ തുടർന്ന് അവധി നൽകുവാനുള്ള നിർദ്ദേശം പരിഗണനയിൽ. ഗർഭഛിദ്രത്തിന് വിധേയമാകുന്ന ദമ്പതികൾക്കുള്ള ബിവിമെൻ ലീവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു. അബോർഷന് വിധേയമാകുന്ന ദമ്പതികൾക്കുള്ള ബിവിമെൻ ലീവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു. ബിവിമെൻ അവധി എന്ന തത്വത്തെ പൂർണ്ണമായും താൻ അംഗീകരിക്കുന്നതായി ബിസിനസ് മന്ത്രി ജസ്റ്റിസ് മാഡേഴ്സ് എംപിമാരോട് പറഞ്ഞു. എംപ്ലോയി റൈറ്റ് ബില്ലിൽ ബിവിമെൻ അവധി കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. നിലവിൽ UK-യിലെ ജീവനക്കാർക്ക് പ്രസവാവധിക്ക് അർഹതയുണ്ട്. പ്രസവത്തെ തുടർന്ന് പങ്കാളികൾക്കാണ് ഇതിന് അർഹതയുള്ളത്. 24 ആഴ്ചത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷമാണ് ഈ അവധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 24 ആഴ്ചയ്ക്ക് മുമ്പ് ഗർഭം അലസുന്ന സന്ദർഭങ്ങളിൽ ഈ അവകാശം നീട്ടണമെന്ന് വനിതാ സമത്വ സമിതി അധ്യക്ഷയായ ലേബർ MP സാറ ഓവൻ ആവശ്യപ്പെട്ടിരുന്നു. ഗർഭം അലസുന്നത് ഒരു രോഗമല്ലെന്നും അതിൻ്റെതായ പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും ഹൗസ് ഓഫ് കോമൺസിൽ സംസാരിച്ച മാഡേഴ്സ് പറഞ്ഞു. ഈസ്റ്റ് യോർക്ക്ഷയർ തീരത്ത് ചരക്ക് കപ്പലും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നു. കടൽ ജീവികൾക്കൊപ്പം അന്തരീക്ഷത്തിലുള്ള ജീവജാലങ്ങൾക്കും കടുത്ത നാശത്തിന് പ്രസ്തുത സംഭവം വഴിവെക്കുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇപ്പോഴും കത്തുന്ന രീതിയിൽ കാണുന്ന കറുത്ത പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ടാങ്കറിലെയും ചരക്ക് കപ്പലിലെയും എത്രമാത്രം എണ്ണയും മറ്റ് വസ്തുക്കളും കടലിൽ ജലത്തിൽ എത്തിയെന്നതിനെക്കുറിച്ച് ശരിയായ ഒരു കണക്കെടുപ്പ് ഇതുവരെ സാധിച്ചിട്ടില്ല. കനത്ത തീപിടുത്തം തുടരുന്നതിനാൽ ഇപ്പോഴും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും പരിമിതികളുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. 183 മീറ്റർ നീളമുള്ള ടാങ്കറിൽ 2,20,000 ബാരൽ ജെറ്റ് ഇന്ധനം പ്രത്യേക ടാങ്കുകളിൽ ഉണ്ടായിരുന്നു. അവയിൽ എത്രമാത്രം കടലിലേക്ക് ഒഴുകിയെന്നാണ് അറിയേണ്ടത്. ജെറ്റ് ഇന്ധനം ഭാരമേറിയ എണ്ണകളെ പോലെ ഒട്ടിപ്പിക്കുന്നതല്ല. ഇത് പെട്ടെന്ന് ബാഷ്പീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കടലിലെ പക്ഷികൾക്ക് ഹാനികരമായി തീരുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും ഇത് കടുത്ത അപകടം സൃഷ്ടിക്കുകയും ചെയ്യും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് നേരെയുണ്ടായ ഖാലിസ്ഥാൻ ഭീകരരുടെ അതിക്രമം UK പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം. വിദേശകാര്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷ MP ബോബ് ബ്ലാക്ക്മാൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വിദേശകാര്യ നയതന്ത്രി സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസും സുരക്ഷാ സേനയും പരാജയപ്പെട്ടു. ഇത് ജനാധിപത്യത്തിന് അപമാനകരമാണ്. ഈ സംഭവം ഇന്ത്യയും UK തമ്മിലുള്ള ബന്ധത്തെ മോശമായി ബാധിക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. നടി സൗന്ദര്യയുടെ മരണം കൊലപാതകമാണെന്ന് 21 വർഷങ്ങൾക്ക് ശേഷം പോലീസിൽ പരാതി. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് സൗന്ദര്യയെ കൊല്ലപ്പെടുത്തിയതാണെന്നാണ് ആന്ധ്രാപ്രദേശിലെ ഖമാം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ ചിറ്റിമല്ലു എന്നയാൾ നൽകിയ പരാതിയിൽ പറയുന്നത്. തെലുങ്ക് നടൻ മോഹൻ ബാബു ആണ് കൊലപാതകത്തിന് പിന്നിലെന്നും ആരോപിക്കുന്നു. അതേസമയം സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു ആരോപണങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാസലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നത് കണ്ടെത്തുവാനായി അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുവാൻ മഹാരാഷ്ട്ര സർക്കാർ. ഉമിനീർ സാമ്പിൾ പരിശോധിക്കുവാനുള്ള ഉപകരണങ്ങളാണ് വാങ്ങുന്നത്. 5 മിനിറ്റിനകം ഫലം ലഭിക്കും. രാസലഹരി, MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇതുവഴി കണ്ടെത്തുവാനാകും. ഇത്തരം ഉപകരണങ്ങൾ 2023 മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് പറഞ്ഞു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയാണെന്ന വ്യാജ പ്രചാരണം അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേന്ദ്രം പണം നൽകാത്തതുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ വേതനം കിട്ടാത്തതെന്ന വ്യാജ പ്രചരണമാണ് LDF സർക്കാർ നടത്തുന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷവും ഇതേ വാദം ഏറ്റുപിടിച്ചു. പാർലമെന്റിൽ അവർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു. UDF സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഇനി കായിക വാർത്തകൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തെ പുകഴ്ത്തി പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി. ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച വിവിധ ടൂർണമെന്റുകളിൽ നിന്ന് താരങ്ങളെ എടുത്ത് വേൾഡ് 11 ഉണ്ടാക്കി കളിപ്പിച്ചാലും ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് ഷാഹിദ് അഫ്രീദി ഒരു പാക് മാധ്യമത്തിലെ ചർച്ചയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 4 വിക്കറ്റ് വിജയം സ്വന്തമാക്കിയാണ് ഇന്ത്യ കിരീടം നേടിയത്. പിന്നാലെയാണ് ടീമിനെ വാഴ്ത്തി പാക് മുൻ താരം രംഗത്തെത്തിയത്. ഇന്ത്യക്ക് വിജയിക്കാനുള്ള അർഹതയുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിനും അക്കാദമിക്കുകൾക്കും വേണ്ടി ഇന്ത്യ ഇത്രയേറെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ദുബായിലെ സാഹചര്യങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ത്യയുടെ മികവിൽ സംശയിക്കാനാകില്ല. ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി ഗംഭീരമായാണ് പ്രവർത്തിച്ചത്. ഇന്ത്യക്ക് ദുബായിലെ സാഹചര്യങ്ങൾ നന്നായി അറിയാം. അത് ശരിയാണ്. അവരെല്ലാ മത്സരങ്ങളും അവിടെയാണ് കളിച്ചത്. വേദികൾ മാറേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ വിജയത്തിൽ ടീം സെലക്ഷന് വലിയ റോളുണ്ട്. ലോക 11 ഉണ്ടാക്കി ആ ടീമിനെ ദുബായിൽ കളിപ്പിച്ചാലും ഇന്ത്യ ആയിരിക്കും ജയിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.76 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.